എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിസ്റ്റർ ജോയ്സ് മരിയ എസ്. ഞാൻ കോട്ടയം SH മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിൽ സീനിയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടും ലേണിംഗ് ഡിസബിലിറ്റി സ്പെഷ്യലിസ്റ്റായിട്ടും ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയെക്കുറിച്ചാണ്. പരീക്ഷ എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതിനെ പേടിയാണോ ഉത്കണ്ഠയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത് പേടി എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു പാസ്റ്റിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റുപോയാൽ അടുത്ത പ്രാവശ്യം ആ കുട്ടിക്ക് പരീക്ഷ എഴുതുമ്പോൾ പേടിയുണ്ടാവും. കാരണം പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ് കുട്ടി അടുത്ത ഒരു പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുക. നമുക്കറിയാമല്ലോ, ഒരു തോറ്റുപോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഒരു മാനസിക അവസ്ഥ, കുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ കുട്ടിക്ക് കൊടുക്കുന്ന സ്ട്രെസ്സ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന പ്രസ്, ഇതെല്ലാം എന്താണ് കുട്ടിയെ ഒരു പേടിയിലേക്ക് നയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഫെയിൽഡായ കുട്ടി നെക്സ്റ്റ് ആ പരീക്ഷയെ കാണുന്നത് ഒരു പേടിയായിട്ടായിരിക്കും. കാരണം എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. നമ്മൾക്കറിയില്ല വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ആ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇതാണ്: എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമോ, പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമോ, എനിക്ക് നല്ലതായിട്ട് എഴുതാൻ പറ്റുമോ, എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് ആങ്സൈറ്റി, അതായത് ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. പറ്റുമോ, കിട്ടുമോ എന്നുള്ള ആ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. മറിച്ച് പേടിയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. ഇതിനെയാണ് നമ്മൾ എക്സാം ഫിയർ, എക്സാം ആങ്സൈറ്റി എന്ന് പറയുന്നത്. ചിലർക്ക് അത് ഫിയറായും ചിലർക്ക് അത് ആങ്സൈറ്റിയായും ഉടലെടുക്കുന്നു. അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് എന്നതിനെ ആശ്രയിച്ചിരിക്കും.